വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലായിലല്ല. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഏറ്റുമാനൂരിന് എറണാകുളം പോകുന്ന വഴിക്ക് കോതനല്ലൂരിന് സമീപത്താണ്. ഈ കോതനല്ലൂരിന്റെ സമീപത്ത് നല്ല ഒരു പള്ളിക്കടുത്തൊക്കെ തന്നെയാണ് കോതനല്ലൂർ കന്തീസങ്ങളുടെ പള്ളി എന്ന ചെറുപ്പം മുതൽ ഞാൻ കേട്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ അടുത്തായിട്ട് തന്നെ ഒരു നല്ലൊരു വീട്, 8 സെന്റ് സ്ഥലത്തില് 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട്. ഇത് 20 സെന്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ 20 സെന്റ് വീടുമായിട്ട് എടുക്കണമെങ്കിൽ ഒരു ഏകദേശം 1-ന് മേളിൽ റേറ്റ് പറയാം. അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം. കൃത്യമായിട്ട് ചോദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. 8 സെന്റ് സ്ഥലവും വീടും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 89 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. 2300 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഗംഭീര വീടിന്റെ മുൻപിലാണ് നിൽക്കുക. അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലവുമായിട്ട് പള്ളിയുമായിട്ട് ആരാധനാലയങ്ങളൊക്കെ ആയിട്ട് അധികം ദൂരമല്ല, എല്ലാം 500 കിലോമീറ്റർ ദൂരത്തിന്റെ ഉള്ളിൽ ഉണ്ട്. കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറി എന്ന് വേണ്ടുന്ന എല്ലാം 1000-800 മീറ്റർ അടുത്തുണ്ട്. ഹൈവേ, ബസ് റോഡ് 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ, 700-800 മീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാ അമ്യൂണിറ്റീസും തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള അതിഗംഭീരമായ വീട്. കോട്ടയം ഭാഗത്തേക്ക് ജോലി ചെയ്യുന്നവരാവട്ടെ, എറണാകുളം, തലയോലപ്പറമ്പ് ആ ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്നവരാവട്ടെ, എല്ലാവർക്കും കൃത്യമായിട്ട് പോകാനും വരാനും ഒക്കെ പറ്റുന്ന രീതിയിലൊരു കറക്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ ഈ വീട് കാണാതെ പോകരുത്, മിസ് ചെയ്യരുത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മീനച്ചൽ ഹോംസിന്റെ പുതുപുത്തൻ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. നല്ല വീതിയുള്ള ടാർ റോഡിലാണ് നമ്മൾ നിൽക്കുക. നല്ല വീതിയുള്ള ടാർ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈവേ മുതൽ നല്ല റോഡും നല്ല സൗകര്യപ്രദമായ റോഡുകളും അതുപോലെ നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്ന് നമ്മളെ വിളിച്ചോതുന്ന തരത്തിലുള്ള നല്ല നല്ല വീടുകളും കടന്നാണ് നമ്മൾ ഈ റോഡിലൂടെ കടന്ന ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. മുറ്റം നിറച്ച് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ഗംഭീരമായ രീതിയിൽ തന്നെ ഒരു അഴകുള്ള വീട് തന്നെയാണിത്. ഏറ്റവും നല്ല രീതിയിലാണ് ഓരോ പണികളും ഓരോ മെറ്റീരിയലുകളും ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ടോപ്പായിട്ട് തന്നെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കയറി ഇനിയും കിണറിൻ്റെ ജസ്റ്റ് ദൃശ്യം ഒന്ന് കണ്ടിട്ട്, കിണർ കവർ ചെയ്ത് വെച്ചിരിക്കുക. കിണറിൽ വെള്ളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തേകി എല്ലാം കറക്റ്റായിട്ട് തേകി കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഇവിടെ ഫ്രണ്ടിലെ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ കിണർ നമ്മൾ കണ്ടു. കിണറുണ്ട്, കിണർ വെള്ള സൗകര്യമാണ്. നല്ല റെസിഡൻഷ്യൽ മേഖല പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് പോയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് പോയ ഈ സ്ഥലത്തിനകത്ത് അടുത്തുള്ള ഇനി വീടുകൾ വരുവാനുമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു 12 സെൻറ്റ് സ്ഥലത്തോളം കിടപ്പുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരു 10-20 സെൻറ്റ് സ്ഥലവും വീടുമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിലും ഈ വീട് വാങ്ങിക്കാം. അങ്ങനെയുള്ള രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഫ്രണ്ട് ഡോറ് സൗകര്യങ്ങൾ ഇതെല്ലാം തേക്കും തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലൂടെയാണ് അകത്തേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. മുൻപിലൂടെ വന്ന് അകത്തേക്കാണ് കയറാൻ പോകുന്നത്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു ഇൻറ്റീരിയർ ഡിസൈനോട് കൂടി, നല്ല ജിപ്സം വർക്കോട് കൂടി, നല്ല ഹോളിനൊക്കെ നല്ല സൗകര്യത്തോടു കൂടി ചെയ്യപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ. ഒരു നല്ല ഓവറായിട്ടുള്ള ജിപ്സം വർക്കുകളല്ല, എന്നാൽ ഏറ്റവും മനോഹരമായ ജിപ്സം വർക്കുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ലൊരു രൂപക്കൂടൊക്കെ വയ്ക്കുവാനായിട്ടുള്ളൊരു പോയിൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് വന്നത്. ഡൈനിങ് ഹാളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ TV യൂണിറ്റ് കാണാം. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് കാണാം. ഇവിടെ ഒരു വാമും വൈറ്റും വരുന്ന രീതിയിലുള്ള ഒരു കളർ കോഡോട് കൂടിയുള്ള നല്ലൊരു ജിപ്സം സീലിംഗ് കാണാം. നമ്മുടെ ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് ഏരിയ ആണ്. ഇവിടെ നല്ല വലിപ്പമുണ്ട്. നമ്മുടെ വീഡിയോയിലൂടെ കണ്ടുകൊണ്ട് മാത്രം വലിപ്പത്തെ നിങ്ങൾ അളക്കരുത്.
അപ്പോൾ അങ്ങനെയുള്ള നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്, സ്വീകരണ മുറികൾ, കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ TV യൂണിറ്റ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇവിടെയാണ് ബെഡ്റൂമുകൾ വന്നിരിക്കുക. ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആണ്. എല്ലാം സെറ പോലെയുള്ള കമ്പനി സാധനങ്ങളാണ് ടോയ്ലറ്റിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുക. നല്ല ടൈല് വർക്കുകൾ, നല്ല ഡിസൈനോട് കൂടിയുള്ള നല്ല കട്ട് ചെയ്തുള്ള ടൈല് വർക്കുകൾ, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുക. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കടന്നു. ഇവിടെ സ്റ്റെയർ കേസിനോട് സമീപത്ത് തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ നല്ലൊരു ഡിസൈനോട് കൂടി ഒരു ടൈല് വർക്കും കൂടെ അതിനോട് ചുറ്റിയും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെയാണ് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് വന്നിരിക്കുക. എപ്പോക്സി ചെയ്തുകൊണ്ടുള്ള ടൈല് വർക്കാണ് മുഴുവൻ വന്നിരിക്കുക. എല്ലാ ബെഡ്റൂമിലും ഇൻറ്റീരിയർ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ACP വർക്കുകളാണ് കബോർഡിന് ഉപയോഗിച്ചിരിക്കുക. ACP കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. ACP എന്തുകൊണ്ടും നല്ല ഒരു കബോർഡ് വർക്കുകൾ തന്നെയാണ്. കാരണം തീ പിടിക്കില്ല, അതുപോലെ തന്നെ നനഞ്ഞാൽ കുഴപ്പമില്ല, വെയിലടിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു മെറ്റലാണ് ACP എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ACP കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. സെറായുടെ ക്ലോസറ്റാണ് ചെയ്തിരിക്കുക. അത് 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. കമ്പനി സർവീസുള്ള ക്ലോസറ്റ്, പൈപ്പുകൾ, കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കമ്പനി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ബെഡ്റൂം വീണ്ടും കണ്ടുകൊണ്ട്, നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ടൈലിൻ്റെ നോക്കിയാൽ മതി, 4x2 ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം. എല്ലാ ബെഡ്റൂമിലും ഒരു ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാന് കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് കയറിത്താമസമൊക്കെ അല്ലേ. കയറിത്താമസത്തിന് ഗിഫ്റ്റൊക്കെ വരുമ്പം അതിനകത്ത് ഫാനൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ മറച്ചു വയ്ക്കാനായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഫാനൊക്കെ നമുക്ക് കയറി താമസത്തിന് തന്നെ കിട്ടുന്നതാണ് എന്ന് കണക്കൂട്ടിയിട്ട് തന്നെയാണ് അത് കൊടുക്കാത്തത്. ഹോള്, ഡൈനിങ് എല്ലായിടത്തും ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ഇനം ഫാനുകൾ തന്നെയാണ് കൊടുത്തിരിക്കുക. ഇവിടെ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഇവിടെ നമ്മുടെ ഈ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക. ഇവിടെ കിച്ചണിലേക്ക് കയറാൻ പോവുകയാണ്. നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല മനോഹരമായൊരു കിച്ചണാണ് കാണുക. നാനോ വൈറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടേബിൾ ടോപ്പും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കിച്ചണും കൂടിയാണ്. നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇവിടെ ചുടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ മോഡുലാർ കിച്ചൻ്റെ മോഡലിൽ നല്ല ഡ്രോകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ സൈഡിലാണ് ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു എന്താ പറയുക, നല്ല വൃത്തിയുള്ളൊരു വീട് എന്ന് തന്നെ പറയാം. കാരണം കിച്ചൺ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും, അത്ര നല്ല കിച്ചണാണ്. ഈ സൈഡിലും കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു ചെറിയൊരു മിനി ടേബിളായിട്ടും കൂടെ ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്ന് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ജോലിക്കൊക്കെ പെട്ടെന്ന് പോകേണ്ടവർക്കൊക്കെ ഒരു മിനി ടേബിളായിട്ട് ഉപയോഗിക്കാം ഇത്. അങ്ങനെ ടേബിളായിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. അതുപോലെയാണ് ഇവിടെയും കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. എല്ലാം ഗംഭീരമാണ്. ഇവിടുന്ന് നമ്മൾ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു എക്സ്ട്രാ സ്പേസ് കൊടുത്തിരിക്കുന്നത് കണ്ടായിരുന്നു. ആ സ്പേസാണ് അപ്പുറത്ത് കണ്ടത്.
ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണാം. എല്ലാം കൊണ്ടും നല്ലൊരു കിടക്കാച്ചി വീട് എന്ന് തന്നെ എനിക്ക് തോന്നിയൊരു വീടാണിത്. കാരണം സൗകര്യങ്ങൾ കൊണ്ടും നമ്പർ 1 ആണ്. അതുപോലെ തന്നെ നമ്മുടെ അകത്തെ വർക്കുകളുമെല്ലാം അതുപോലെ കിടക്കാച്ചി തന്നെയാണ്. നല്ലൊരു കിച്ചണൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് തന്നെ ഇറങ്ങിയത്. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ടെങ്കിൽ നേരെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഡൈനിങ് ഹാളിൻ്റെ ഇപ്പുറത്തെ സൈഡ് വഴി തന്നെയാണ്. സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിരിക്കുക. ഈ ഇൻറ്റീരിയർ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ തന്നെയാണ്. നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ വേഗം സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോവുക. നല്ല ഹാൻഡ് റെയിലൊക്കെയാണ് കൊടുത്തിരിക്കുക. നമുക്ക് ഓരോ കാര്യങ്ങളിലും അതിൻ്റേതായ നിലവാരം എന്താണെന്ന് വെച്ചാൽ ഈ ഹാൻഡ് റെയിൽ ഒരു സ്ക്വയർ ടൈപ്പാണ് കൊടുത്തിരിക്കുക. അത് റൗണ്ട് ടൈപ്പിന് വില കുറവും സ്ക്വയർ ടൈപ്പിന് വില കൂടുതലും, അങ്ങനെ എല്ലാത്തിലും അതിൻ്റേതായ ഓരോ മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നേരെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനത് ഓണാക്കാം. ഇവിടെ നമ്മളൊരു ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ കാണുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ഇടതുവശത്ത് ഒരു ഡോറുണ്ട്. ആ ഡോറൊന്ന് തുറന്ന് നോക്കാം. എവിടെ എന്താണ് അത്, ബെഡ്റൂമാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ബെഡ്റൂം അല്ല, അതൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളിവിടെ നേരെ അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്പൺ ടെറസ് ഏരിയയിൽ നല്ല ടൈലൊക്കെ ഇട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനും അത്യാവശ്യം ഒരു നല്ലൊരു സ്പേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ, അതായത് 2ാം നിലയാണ്. 2ാം നിലയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ച് ഇവിടെ തുണി അലക്കി ഇവിടെ തന്നെ ഉണങ്ങാനിടാം. വീട്ടിൽ ഇപ്പം പുതിയ വീടൊക്കെ മേടിച്ച് വരുമ്പോൾ പഴയ ഫർണിച്ചറൊക്കെ മിച്ചം വരുന്നതൊക്കെ ആണെങ്കിൽ ഇവിടെ എടുത്തിടാം. അതുപോലെ തന്നെ വേണമെങ്കിൽ പിള്ളേർക്ക് ചെറിയ ഒരു എന്താ പറയുക, ചെസ്സൊക്കെ കളിക്കുവാനോ അല്ലെങ്കിൽ ടേബിൾ ടെന്നീസോ അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഇവിടെ നെറ്റൊക്കെ കവർ ചെയ്താൽ മതി. അത് നമ്പർ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു മെഷ് അടിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്ക് കഴുകാനായിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ വാട്ടർ ടാങ്ക് കഴുകാൻ മുകളിലേക്ക് കയറേണ്ട ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. എങ്കിൽ പോലും അവിടെ ഗോവണിയല്ല, സ്റ്റെയർ കേസ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മേളത്തെ നിലയിലെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്കൊന്ന് കണ്ടു നോക്കിക്കോളൂ. നല്ലൊരു സിമ്പിളാണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 2 ഡോറ് കാണാം. അതിൽ 2 ഡോറും 2 ബെഡ്റൂമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, ഇതൊരു ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നേരെ ഇപ്പുറത്തോട്ട് ഒന്ന് കയറാം. ഇതും ബെഡ്റൂം തന്നെയാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 4x2 ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലുമുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനുണ്ട്. എല്ലാ ടോയ്ലറ്റിലുമുണ്ട്. ഇത് അറ്റാച്ച്ഡാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മളിത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കണ്ടു. ഇത് നല്ലൊരു ഗംഭീരമായിട്ടുള്ള നല്ലൊരു വൃത്തിയായിട്ട് തന്നെ ഓരോ പണികളും തീർത്ത് വെച്ചിരിക്കുന്ന നല്ലൊരു ടോയ്ലറ്റൊക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ബെഡ്റൂം, ആദ്യമത്തെ തുറന്നു നോക്കിയ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുക. കാരണം ഞാൻ അതിലോട്ട് ആദ്യം കയറാത്തതിൻ്റെ കാരണം ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി വരിക. അപ്പോൾ ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് കയറി. ഇവിടെ വേറൊരു കളർ കോഡാണ് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക്. അപ്പോൾ നല്ലൊരു പുതുപുത്തൻ വീട്, നല്ല സൗകര്യപ്രദമായ വീട്, 2 നില വീട്, 4 ബെഡ്റൂമുള്ള വീട്, 8 സെൻറ്റ് സ്ഥലം, പോട്ടെ 20 സെൻറ്റ് സ്ഥലം എന്ന് പറയാം. അപ്പോൾ 20 സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം.
അപ്പോൾ നമ്മൾ ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് എന്നും കാണാം. അതുവരേക്കും നാളെ കാണുന്നോടം വരേക്കും ഗുഡ് ബൈ.